ഇവനെ കളഞ്ഞിട്ട് എനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും തോന്നുന്നില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു 7 days 7 പ്രോഡക്റ്റ് ചാലഞ്ച് ഡേ 6. 7 പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വീഡിയോസിൽ എനിക്ക് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണിത്. ഇത് ക്ലിനിക്കിന്റെ ലിപ് ഗ്ലോസ് ആണ്. ഇറ്റ് കംസ് ഇൻ ദ ഷെയ്ഡ് ഹണി പോപ്പ്. ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞ സാധനം കുഞ്ഞിലെ മുതലേ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വേഗ് മെമ്മറിയിൽ പണ്ട് എപ്പോഴും ഞാൻ ലിപ് ഗ്ലോസ് ഉപയോഗിച്ചപ്പം അതിങ്ങനെ എൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ എൻ്റെ മൈൻഡിൽ ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിയേർഡ് ഫീലാണ്, നമ്മുടെ ലിപ്സിനൊട്ടും ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് ലിപ് ഗ്ലോസുകൾ ട്രൈ ചെയ്തപ്പോഴും എനിക്ക് എൻ്റെ ലിപ്സിന് അത് അത്ര സൂട്ട് ആവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാം തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവനെ കണ്ടതിന് ശേഷം മാത്രമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു 2800 റേഞ്ചിലാണ് എപ്പോഴും ഇത് അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്ക് അടിപൊളി ലിപ് ഗ്ലോസ് ആണ്. ലൈഫിൽ ലിപ് ഗ്ലോസ് ഇടേയില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോഴാണ് യഥാർത്ഥ ലിപ് ഗ്ലോസിന്റെ വർക്ക് എന്താണെന്ന് മനസ്സിലായത്. ഇത് വെറുതെ തന്നെ ബെയർ ലിപ്സിൽ അപ്ലൈ ചെയ്താൽ തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും നമ്മളെ കാണാൻ. ഇനി അതല്ല, കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടിരിക്കണമെങ്കിൽ ഒരു ഡാർക്ക് ലിപ് ലൈനർ ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്താലും ഒരു രക്ഷയില്ലാത്ത ലുക്ക് ആയിരിക്കും. ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു എലഗൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ വന്നതിന് ശേഷമാണ്. കുറച്ച് സ്പെൻഡ് ചെയ്യാൻ തയ്യാറും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്ലിനിക്കിന്റെ ഹണി പോപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ. നിങ്ങളൊരു അടിപൊളി ലിപ് ഗ്ലോസ് തപ്പി നടക്കുന്ന ആളാണെങ്കിൽ യു ഹാവ് ടു ട്രൈ ദിസ് ക്ലിനിക് ലിപ് ഗ്ലോസ്. അപ്പൊ അത്രേ ഉള്ളൂ. വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.